എന്തോന്ന് കുട്ടി ഇപ്പൊ പരിപാടി ബ്യൂട്ടീഷ്യനാ നിർത്തിയോ? നല്ല സൈക്കോളജിസ്റ്റ് ആവേണ്ടതാണ്. നിക്കുന്ന നിപ്പ് നോക്ക്. ടിവിയിൽ പോയി അത് ചെയ്യണു ഇത് ചെയ്യണു. ഇപ്പൊ എന്തോന്ന് പരിപാടി? ഇപ്പൊ എന്തോന്ന് ബ്യൂട്ടീഷ്യനാ? ക്ലാസ്സിൽ പോകുന്ന അതിനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. കോളേജിൽ വരിക, രാഷ്ട്രീയം കളിക്കുക, മോളിൽ തന്നെ വിളിക്കും. ക്ലാസ്സിൽ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ടീച്ചർ ഇന്ന് കുറച്ച് ബിസിയാണ്, കുറച്ച് ജോലിയുണ്ട്. ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ചാണ്. അതിനെ ഇങ്ങനെ മുറിയിലോട്ട് കയറി വാന്ന് അങ്ങനെ വിളിച്ച് അകത്തോട്ട് എടുക്കുകയാണ്. അവളുടെ അനുവാദമോ അവളുടെ സമ്മതമോ ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. ഇന്റർവ്യൂവിന്റെ ഒരു കട്ടാണ് ആ ഒരു നടൻ മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിൽ എനിക്ക് അടിസെരുപ്പാലെന്ന് അപ്പൊ തന്നെ അവർ പറയും. അവരെ ട്രെയിനാണ്. നമ്മളെ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ ചേച്ചിക്ക് 2 ഫോട്ടോസ് കാണിക്കാം. ചേച്ചിക്ക് അത് എന്താ ഓർമ്മ വരുന്നത്? ഒന്നിതാ. ഓക്കെ, ഇത് എടുത്തു വെക്കുന്ന കുറെ ആളുകളൊക്കെ കൂടിയിട്ട് എടുത്തു വെക്കുന്ന കോളേജിലെ ഏത് കോളേജാണെന്ന് നോക്കിക്കോട്ടെ. എൻ്റെ കോളേജിൽ എടുത്തു വെക്കുമായിരുന്നു. ഇത് വിമൻസ് കോളേജാണ്. കൂടെ നിൽക്കുന്ന ഉഷയാണ്. ഈ നിൽക്കുന്ന ഉഷയാണ് ഈ താഴെ എന്നെ എടുത്തിരിക്കുന്നത്. ഞാൻ 2 എടുത്തു വെക്കുന്നത് ഷോർട്ടും ഉണ്ട്. ഒന്ന് പ്രീ ഡിഗ്രിക്ക് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴത്തേക്ക് സ്മിതയെ എന്നെ എടുത്ത് ബുക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് കൗൺസിലായപ്പോൾ. ഇത് ഡിഗ്രി ഫസ്റ്റ് ഇയർ വിമൻസ് കോളേജ് വൈസ് ചെയർപേഴ്സണായിട്ട് എലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ എടുത്ത് ബുക്ക് ചെയ്തതാണ്. അന്നൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നില്ലേ ആ ഒരു എന്താ പറയാ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ? അതൊക്കെ ഇപ്പൊ ഓർമ്മിക്കുമ്പോ എന്താ തോന്നണേ? പിന്നെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പരിപാടിയായിരുന്നല്ലേ. ഓഫ്, അത് സൗഹൃദത്തിൻ്റെയും ചങ്കൂറ്റത്തിൻ്റെയും ചൊട്ടപ്പിത്തരത്തിൻ്റെയും കുസൃതിയുടെയും ഒക്കെ ഒരു ഹൈറ്റ്സ് ആയിരുന്നു. ഭയങ്കര സന്തോഷമുള്ള ഒരു പീരീഡ് ആയിരുന്നു. ഇപ്പൊ ചേച്ചിയുടെ ഇന്റർവ്യൂവിന്റെ താഴെ വന്നൊരു കമന്റ് ആണ്, ചേച്ചിയുടെ കൂടെ പഠിച്ച ആരോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അത്, അതായത് പാവപ്പെട്ട ആളുകളോടൊക്കെ ഭയങ്കര മമതയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടീച്ചേഴ്സിന്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുമായിരുന്നു. ആരെയും പേടി ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ തന്നെയാണോ നേരത്തെയും ഒക്കെ? ഇതാരും പറഞ്ഞു? ആരാന്ന് എനിക്കറിയില്ല. താഴെ വന്നൊരു കമന്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. വെച്ചാല് എന്താ പറയാ, ഇപ്പോ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്കൊക്കെ ടീച്ചേഴ്സിന്റെ മുഖത്തൊക്കെ സംസാരിക്കാൻ വരെ പേടിയുള്ള സമയമാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയർപേഴ്സൺ ആയിരുന്നില്ലേ. അപ്പം ഞങ്ങളുടെ ഒരു മരം മൂടുണ്ട്. അപ്പം മരത്തിന്റെ മൂടുണ്ട്. അവിടെയാണ് നമ്മുടെ ലോകം. ഞാൻ ഇതിനെ കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് അവളെ. അത് പിന്നെ കുറെ അങ്ങനെ എഴുതി ഒരു ഇങ്ങനെ ഒരു സീരീസ് പോലെ എഴുതിക്കൊണ്ട് വരുമായിരുന്നു. നമുക്ക് പോപ്പിനെ ഇടയ്ക്ക് വെച്ച് അങ്ങ് നിർത്തിക്കളഞ്ഞു ഒരു പേഴ്സണൽ കാര്യം കൊണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ഒരു വിമൻസ് കോളേജിലെ ഒരു പ്രത്യേക മരം, അതാണ് ഞങ്ങളുടെ മരം മുട്ടിൽ ഫാമിലി എന്ന് പറഞ്ഞ് ഇപ്പോഴും ഞങ്ങളൊരു 7 സുഹൃത്തുക്കളുണ്ട്. അവരുടെ ഇന്റർവ്യൂ ഒക്കെ ഒരു ഒന്നിൽ വന്നിട്ടുമുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്നത്. ക്ലാസ്സിൽ പോകുന്ന അതിനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. കോളേജിൽ വരിക, രാഷ്ട്രീയം കളിക്കുക, വേറെ യൂത്ത് ഫെസ്റ്റിവൽസ് ഓർഗനൈസ് ചെയ്യുക, ഓരോ സ്ഥലത്ത് കോമ്പറ്റീഷന് പിള്ളേരെ കൊണ്ടുപോകുക, ഇതൊക്കെ തന്നെ പരിപാടി. ക്ലാസ്സിലേക്ക് കയറില്ല. വല്ലപ്പോഴും കയറി നാരദരെ പോലെ ഇങ്ങനെ വന്ന്, അല്ല സോറി മാവേലി പോലെ വന്ന് പോകല്ലേ വേറെ വല്ല. അപ്പൊ ടീച്ചർ മുകളിൽ കുമാരി ഭഗവതി ടീച്ചറാണ്. ടീച്ചറിന് എന്നെ വലിയ ഇഷ്ടമാണ്. ടീച്ചറെ കുറിച്ചുള്ള കാര്യം പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ടീച്ചറിന് ഞാൻ മോളിൽ തന്നെ വിളിക്കും. ക്ലാസ്സിൽ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഇല്ല ടീച്ചർ ഇന്ന് കുറച്ച് ബിസിയാണ്, കുറച്ച് ജോലിയുണ്ട്. പഠിക്കാനല്ല. അങ്ങനെ ടീച്ചർ വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന്, അനിയത്തിയുടെ കല്യാണം. അപ്പം ഞാൻ ഈ ബ്യൂട്ടി പാർലർ ഈ മേക്കപ്പ് സാധനങ്ങൾ VIP ബോക്സ് ഒക്കെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ സിനിമ അഭിനയിച്ച് തുടങ്ങിയില്ല. ടീച്ചർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. എനിക്ക് കുട്ടി എന്തോന്ന് കുട്ടി ഇപ്പൊ പരിപാടി ബ്യൂട്ടീഷ്യനാ നിർത്തിയോ? നല്ല സൈക്കോളജിസ്റ്റ് ആവേണ്ടതാണ്. നിക്കുന്ന നിപ്പ് നോക്ക്. ടീച്ചർ അതല്ല ടീച്ചർ ഒരുക്കാൻ വേണ്ടി ടിവിയിൽ പോയി അത് ചെയ്യണു ഇത് ചെയ്യണു. ഇപ്പൊ എന്തോന്ന് പരിപാടി? ഇപ്പൊ എന്തോന്ന് ബ്യൂട്ടീഷ്യനാ? ടീച്ചർ ടീച്ചർ അന്ന് ഒരുക്കിയിട്ടുണ്ടാവല്ലേ? അന്ന് ഒരു ടീച്ചറിന്റെ മുമ്പിൽ അയ്യോ ടീച്ചർ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്തപ്പോൾ ടീച്ചർ വീട്ടിൽ വന്ന് അമ്മയടുത്ത് ഇതൊന്നും കട്ടിക്കാനൊന്നും പാടില്ല എന്ന് പറയാനായിട്ട്. എന്നാൽ ടീച്ചർ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ദേഷ്യപ്പെട്ടു. പരീക്ഷ ഒന്നും എഴുതാൻ സമ്മതിച്ചില്ല. പിന്നെ അറ്റൻഡൻസ് ഒന്നും തന്നില്ല. എല്ലാ പരീക്ഷയും കൂടെ ഞാൻ ഒരുമിച്ച് എഴുതിയ ഡിഗ്രി അവസാനം. ടീച്ചർ ഞങ്ങൾ 3 വർഷം ഇവിടെ ക്ലാസ് നടത്തി. എവിടെയായിരുന്നു? കല്യാണമൊക്കെ ആയിട്ട് എന്തോതൊക്കെ കാണിച്ചോണ്ട് നടക്കണു. കല്യാണം, ആരെടുത്ത് കല്യാണം, ഇതൊക്കെ കളഞ്ഞിട്ട് വന്നാൽ ഞാൻ പരീക്ഷ എഴുതിപ്പിക്കാന്ന് പറഞ്ഞു. സമ്മതിക്കില്ല.
ഞാൻ പറഞ്ഞു ടീച്ചർ അങ്ങനെ പറ്റുമോ ടീച്ചർ, ഞാൻ സീരിയസ് ആയിട്ട് കല്യാണം കഴിച്ചതല്ലേ ടീച്ചർ, എന്തോ കല്യാണം എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെ എന്തൊരു സ്നേഹമാണെന്നറിയാമോ. എവിടെയെങ്കിലും എൻ്റെ ഇന്റർവ്യൂ സിനിമയോ ഒക്കെ കാണുമ്പോൾ ഞാനൊരു ദേവീ സ്തുതികൾ എഴുതിയേ പുസ്തകം, അപ്പൊ ടീച്ചർ എന്നെ വിളിച്ചു, എൻ്റെ അത് വായിച്ചു, എന്തൊരു ഭക്തിയാണ് അതിനകത്ത്, നന്നായി വരും എന്നൊക്കെ പറഞ്ഞു. ടീച്ചറിന് വാത്സല്യം മാത്രമേ ഉള്ളൂ, ഭയങ്കര സ്നേഹമായിരുന്നു. അത് ഞാൻ കാര്യവട്ടത്ത് MA പോയപ്പോൾ സാറിന്, ടീച്ചറിൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് കൃഷ്ണപ്രസാദ് സാർ. സാറിന് എന്നെ വലിയ ഇഷ്ടമാണ്, സാറിൻ്റെ നല്ല സ്റ്റുഡൻ്റ് ആണെന്ന് സാർ എപ്പോഴും പറയും. അവരൊക്കെ ഒരു സൈക്കോളജിയുടെ ഒരു വഴി എനിക്കുള്ളത് കൊണ്ട് അവർക്ക് എന്നെ വലിയ വാത്സല്യമായിരുന്നു. അപ്പം ടീച്ചർ പറയുമായിരുന്നു, ഭയങ്കര ഉഴപ്പിയാണ്, അവിടെ പിടിച്ചിരുത്തി പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതിന് ഇതിനൊക്കെ പൊയ്ക്കളയും. സാറ് പറയും, ഇല്ല നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന്. ഞാൻ MA ഫുൾ ടൈം പഠിക്കുമായിരുന്നു. ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുകയില്ല, ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഫുൾ ടെക്സ്റ്റ് ഇരുന്ന് വായിച്ച് പഠിച്ച്, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണ്, മറ്റത് സൗഹൃദമൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പം MA ഫുൾ പഠിക്കുന്നതുകൊണ്ട് സാറിന് നല്ല അഭിപ്രായം. ഉഴപ്പിയെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അവിടെ വന്ന് എന്തോന്നാണ് കാണിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല ടീച്ചർ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നീലത്താമരയിലെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, സീനിയർ കുഞ്ഞുമാളും. അപ്പോൾ ആ ഒരു ക്യാരക്ടർ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഒരാണിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ്, അതായത് ഒരു വീക്ക് പോയിന്റ് ആണ് കാണിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു സ്ത്രീയുടെ ഇല്ല ചിത്രേ, അങ്ങനെയല്ല. അതായത് നീലത്താമരയുടെ MT സാറിന്റെ ആദ്യത്തെ കുഞ്ഞുമാളു എന്ന് പറഞ്ഞാൽ ഇതുപോലെ അന്നത്തെ ഒരു കാലഘട്ടമാണ്. അപ്പം ഇതിന് അറിയാലോ, ഇതൊരു റീമേക്ക് ചിത്രമാണ്. ആദ്യത്തെ നീലത്താമരയില് അതിനകത്ത് അംബിക ചേച്ചിയാണ് അതിനകത്ത്. അപ്പൊ അതിനകത്ത് ആ ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ചാണ്. അതിനെ ഇങ്ങനെ മുറിയിലോട്ട് കയറി വാന്ന് അങ്ങനെ വിളിച്ച് അകത്തോട്ട് എടുക്കുകയാണ്. അവളുടെ അനുവാദമോ അവളുടെ സമ്മതമോ ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തപ്പോൾ ലാൽ ജോസ് സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ മുറിക്കകത്തോട്ട് പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ എൻ്റെ നായിക ആരായി പോവും, അപ്പം അതിനകത്തൊരു പ്രണയം വേണം, പ്രണയം ഉണ്ടെങ്കിലേ അവൾ പോവുള്ളൂ എന്നൊക്കെ, എൻ്റെ കഥാപാത്രം അങ്ങനെ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ MT സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും ഇല്ല, പെമ്പിള്ളേരെ അങ്ങ് വിളിച്ച് കയറ്റും, അത്രേ ഉള്ളൂ, അല്ലാതെ അവർ പൊയ്ക്കോണം എന്നുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു കോൺവെർസേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ക്യാരക്ടർ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയല്ല, അങ്ങനെ യൂസ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. പക്ഷെ അവർ പോയി, അവർ വിവാഹം കഴിച്ചു, അവർക്ക് 2 മക്കളുണ്ട്, അതിലൊരാൾ ഡോക്ടറാണ്, അവര് ആ വീട്ടിലെ അമ്മയെ നോക്കിയ കുട്ടിയാണ്. അതിനുശേഷം ഞാൻ ഒരു ചോയ്സ് എടുക്കുവാണ്, അവരാരും ഇല്ലാതായി പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കാനായിട്ട്. കാരണം അവരെ ഒരു കാലത്ത് എല്ലാമായിരുന്നു, അവരുടെ മകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അവരുടെ പിന്നെ മരുമകളും വേറെയാണ്. പക്ഷെ ഞാൻ അവിടെ നിന്ന് അവരെ നോക്കാൻ ഒരു ചോയ്സ് എടുക്കുവാണ്. അത് ഒരിക്കലും ഒരു വീക്കായിട്ട് ഒരു സ്ത്രീയായിട്ടേ അല്ല രണ്ടാമത്തെ കുഞ്ഞുമാളുവിനെ കാണിക്കുന്നത്. അവരെ ഒരു സ്നേഹത്തിന്റെ ഒരു രൂപമായിട്ടാണ്. അവരൊരു കാലഘട്ടത്തിൽ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണെങ്കിൽ പോലും അവർ ആ സമയത്ത് അവരെ പരിരക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ, നല്ല പാട്ടുകളും. പിന്നെ ആ സിനിമയ്ക്ക് വിളിച്ചത് കൊണ്ടാണ് സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലാൽ ജോസ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പൊ ഓർമ്മയുണ്ട്? പിന്നെ അയ്യോ അത് മറക്കാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ഇതല്ലേ ഷാജി സാറിന്റെ കൂടെ 3 ദിവസമേ വർക്ക് ചെയ്തിട്ടുണ്ട്. 3 ദിവസം ഉണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ല, കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അന്ന് അർച്ചനെ പോലെ ഒരു സാമ്യം ഉണ്ടാവണം. അപ്പൊ കണ്ണിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കുമായിരുന്നു ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. കുറച്ചിങ്ങനെ പിടിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ഹെയർ ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നായിരുന്നു. അപ്പം അർച്ചന അഭിനയിക്കുന്നത് വന്ന് കാണാനുള്ള ഒരു ആവശ്യം പറഞ്ഞിരുന്നു. കാരണം കുറെ മാനറിസംസ് ഒക്കെ ഒരേപോലെ ആക്കണമെന്നുള്ളത്. അപ്പൊ കുറച്ച് ദിവസം ആദ്യമായിട്ടൊരു സിനിമ സെറ്റിൽ സ്പെൻഡ് ചെയ്യുന്നത് നീലത്താമരയാണ്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു സിനിമ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അവിടെ വളരെ നല്ല പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും ഒക്കെ ആയിരുന്നു. ഇപ്പം വിനോദ് ഷൊർണൂരായിരുന്നു മാനേജ് ചെയ്തിരുന്നത്, മനോജ് പൂങ്കുന്നം, ഷാഫി ചെമ്മാട് തുടങ്ങി ഒരുപാട് പേര് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പോഴും, അവർക്കൊന്നും വലിയ കൺട്രോളേഴ്സാണ്, എന്നാലും അവരൊക്കെ ആയിട്ട് ഇപ്പോഴും ഭയങ്കര മാനസികമായിട്ട് വലിയ അടുപ്പാണ്. അതിന്റെ സെറ്റും ഒക്കെ മീൻസ് ആ ഒരു ആംബിയൻസ് ഒക്കെ നല്ല രസമാണ്. കുക്കു പരമേശ്വരനാണ് കോസ്റ്റ്യൂം ചെയ്തിരുന്നത്.
അന്ന് അവിടെ മേക്കപ്പ് ചെയ്തിരുന്ന ശ്രീജിത്ത് ഗുരുവായൂരാണ്, ജിത്തു ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരുമായിട്ട് ഇപ്പോഴും ഭയങ്കര കോണ്ടാക്റ്റിലുണ്ട്. ഇപ്പോൾ ചേച്ചിയുടെ ഒരു എന്താ പറയുക വീഡിയോ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇന്റർവ്യൂവിൻ്റെ ഒരു കട്ടാണ്, ആ ഒരു നടൻ മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഓരോരോ സന്ദർഭങ്ങൾ അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടാവും, കുഞ്ഞിലെ ആണെങ്കിലും ചിലപ്പോൾ കുറച്ച് വലുതായിട്ടാണെങ്കിലും. പല പെൺകുട്ടികളും ചിലപ്പോൾ പറയാനായിട്ട് വളരെ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടുമോ എന്നുള്ള ഒരു രീതിയിലൊക്കെ പറയാൻ മടിക്കാറുണ്ട്. ശരിക്കും ആക്ച്വലി അത് പാരന്റിങ്ങിന്റെ പ്രശ്നമാണോ? അല്ലല്ല, പാരന്റിങ് അതായത് ഇപ്പൊ നമ്മൾ മിണ്ടരുത്, അതൊന്നും മിണ്ടരുത്, നിങ്ങൾ മിണ്ടരുത്. എന്റെ വീട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്റെ വീട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഈ അന്നത്തെ, അതായത് നിങ്ങൾക്ക് ഇന്നത് നിങ്ങളുടെ ഈ ജനറേഷനിൽ മനസ്സിലാവില്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ലോസ് ഇല്ല, നിയമം. ഇന്ന് ഇപ്പം അതായത് വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് ലോസ് വന്നതിന് ശേഷം നിങ്ങൾക്കൊരു കുഞ്ഞു കാര്യത്തിന് പേര് ഒരു ഓഫ് കളർ റിമാർക്ക് പറഞ്ഞാൽ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സൂക്ഷിച്ച് നോക്കിയാലേ, അല്ലെങ്കിൽ നിങ്ങളോട് എല്ലാത്തിനും വകുപ്പുകളുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്തെന്ന് പറഞ്ഞാൽ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീകളുടെ പക്ഷത്താണ്. അപ്പം എന്തെങ്കിലും ഒരു ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ മോശമായിട്ട് അയാൾ പെരുമാറിയല്ലേ, അയാൾ അങ്ങനെ നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സൊക്കെ നമ്മളോട് ആദ്യം എല്ലാവരും പറയുന്നത് നീ എന്ത് ചെയ്തു എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക. നീ എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്തോ? ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ അത് കേൾക്കുന്നില്ല, നിങ്ങൾക്കത് അറിയില്ല. ഞങ്ങൾ അങ്ങനെ അല്ല വളർന്നത്. അപ്പം നമുക്കെപ്പോഴും എന്തെങ്കിലും ഒരു ഒരു ട്രോമാറ്റിക് ആയിട്ടൊരു ടച്ചോ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് ആലോചിക്കും ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തിട്ടാണ്. അതെപ്പോഴും നമുക്കത് മാറാൻ പാടാം, കാരണം നമ്മൾ അങ്ങനെയാണ് വളർന്നതേ. അപ്പം നിങ്ങൾ പ്രൊവോക്ക് ചെയ്യുന്നതാണ്, നിങ്ങളുടെ വേഷം കൊണ്ട് നിങ്ങൾ പ്രൊവോക്ക് ചെയ്തോ, നിങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ കണ്ണെങ്ങനെയായിരുന്നു, നിങ്ങൾ ഇതോ അപ്പം എപ്പോഴും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയോ. അപ്പം നമുക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു റൂള് പോലെയായിരുന്നു. ഇപ്പം നമ്മൾ ഒരാളിപ്പോൾ ഇങ്ങനെ ഒരു ഗെയ്സ്, ഒരാളിപ്പോൾ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്നു, അപ്പം നമ്മൾ അവരെ നോക്കിയിട്ട് നമ്മൾ കണ്ണ് താഴോട്ട് എടുക്കും, നമ്മൾ അവരെ തന്നെ നോക്കാൻ നമുക്ക്. ഇപ്പൊ നമ്മൾ എന്താ ചോദിക്കും, ഹലോ, തമിഴ് സ്ത്രീകൾ ചോദിക്കും എന്നാ ചോദിക്കും, അട്ടി സെരുപ്പാലേ, അപ്പൊ തന്നെ അവര് പറയും, അവര് ട്രെയിൻഡാണ്. നമ്മളെ അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ നമുക്കിപ്പോ ബസ്സിൽ കയറി ഇപ്പൊ ഒരാൾ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവള് കയറിയപ്പോഴേ കുഴപ്പമായിരുന്നു എന്ന് ആയിരിക്കും റെസ്പോൺസ്, അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ട് വേറൊരാളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത് പേരന്റിങ്ങിന്റെ മാത്രമല്ല അന്നത്തെ ഒരു രീതി അങ്ങനെയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളൊരു റീലായിരുന്നു സലിം കുമാർ ഏട്ടൻ തന്തവൈബിനെ കുറിച്ച് പറയുന്നത്. ചേച്ചി കേട്ടിട്ടുണ്ടായിരുന്നു? അത് ഭയങ്കര വൈറലായിരുന്നു. പുള്ളിക്കാരന് ഇങ്ങനെ തന്തവൈബിനെ കുറിച്ച് പറയുന്നത് ഞങ്ങളാണ് ഫോൺ കണ്ടുപിടിച്ചത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തന്തവൈബ് തള്ളവൈബ് എന്നൊക്കെ പറയുന്നത് ശരിക്കും 2K കിഡ്സിന് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ എനിക്കിതിനെ ഒരു ഐറ്റം എവിടെ കിട്ടിയില്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് തൊട്ട് പറഞ്ഞു തരേണ്ടി വരും. അയ്യോ, അതെന്ന് വെച്ചാൽ തള്ളവൈബ് തന്തവൈബ് എന്ന് പറയുമ്പോ നമ്മൾ അന്ന് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇതൊന്നും കൊള്ളൂല എന്നുള്ള രീതിയിലൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 2K കിഡ്സിന് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അതെ, എനിക്ക് 2K കിഡ്സ് അറിഞ്ഞൂടാ. ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതാണ് ബെറ്റർ, അടിപൊളിയായി ഇപ്പോഴത്തെ പിള്ളേർ. ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, ഇപ്പോൾ കുറേ നാളായി ഒരു സിനിമ കണ്ടിട്ട് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ചിലപ്പോൾ സിനിമ കാണാനായിട്ട്, ചിലപ്പോൾ അവർക്ക് ആ ഒരു സിനിമ കാണാനായിട്ടുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി, ചിലപ്പോൾ ഈ ഏജ് ഓറിയന്റഡ് ആയിട്ട് സിനിമകൾ വരുമ്പോൾ ഈ ഫീൽ ഗുഡ് സിനിമകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണല്ലോ. ഈ സത്യനന്ദിക്കാട് പോലുള്ള സിനിമകളൊക്കെ നമ്മൾ ഭയങ്കര ഫാമിലി ആയിട്ട് പോയി കാണാനുള്ള ഒരു ഇത് കുറഞ്ഞു വരികയല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ചേച്ചിയുടെ അഭിപ്രായം എന്താ? ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. അതായത് ഇന്നത്തെ ഒരു സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ വ്യത്യാസമാണ്. പണ്ട് ഒരു സിനിമ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഇറങ്ങിയാൽ ആ സമയത്ത് 1 അല്ലെങ്കിൽ 2 സിനിമ ഇറങ്ങും. അതൊരു ഓണത്തിനൊക്കെ ആയിരിക്കും 2 സിനിമ അല്ലെങ്കിൽ 3 സിനിമ ഇറങ്ങുക. ബാക്കി ഒരു സിനിമയെ ഇറങ്ങുള്ളൂ. അത് പെട്ടെന്ന് ഒരു ആഴ്ചക്കുള്ളിൽ അത് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു സാധനമൊന്നുമില്ല. അത് കുറച്ച് ദിവസം ഓടും, മനസ്സിലായോ? അപ്പൊ തിയേറ്ററിൽ ആള് വരുന്നത് വരാത്തത് ഇതൊന്നുമല്ല. കുറച്ച് ആൾക്കാർ എന്തായാലും സിനിമ കാണാൻ പോവുകയും ചെയ്യും. ഇന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ഫാമിലി ഓറിയന്റഡ് ഒരു സിനിമ ഇറങ്ങുന്നു. ഇപ്പൊ വിശേഷം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, അത് കണ്ട ആൾക്കാർക്ക് എന്തൊരു ഇഷ്ടപ്പെട്ടു, ഇത്ര ഭയങ്കരമായിട്ട് ആൾക്കാർ പോയി അത് കാണുകയും അത് രസിക്കുകയും അത് OTT വന്നപ്പോൾ അത് എത്രയോ ദിവസമായിട്ട് ട്രെൻഡിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഫാമിലി ഓഡിയൻസിനെ സംബന്ധിച്ച് ഇവർക്കൊരു പ്ലാനിങ് വേണം ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ. അപ്പോൾ അവരിലേക്ക് ആദ്യമേ ഈ സിനിമ എത്തുന്നില്ല.
അപ്പൊ അവരിത് അറിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് സിനിമ മാറ്റാറാവും തിയേറ്ററിൽ. അതേസമയം യങ്സ്റ്റേഴ്സിന് ഇഷ്ടമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈറ്റോ ആക്ഷനോ വരിക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ അത് ഫുള്ളാണ്. കാരണം അവർ സിനിമ കാണുന്ന ഒരു ട്രെൻഡുള്ള ആൾക്കാരാണ്. അവർക്ക് ഫസ്റ്റ് ഡേ സിനിമ കാണണം, അവരത് അപ്പോൾ അവരുടെ തരം സിനിമകൾ ഇറങ്ങും. കാരണം തിയേറ്ററിൽ ഫസ്റ്റ് വീക്ക് പിന്നെ ക്രൗഡ് പുൾ ചെയ്യാൻ പറ്റുന്ന തിയേറ്റർ ഇറക്കിയാലേ പ്രൊഡ്യൂസറിന് ഗുണമുള്ളൂ. മറ്റവർക്ക് അത് ഒരുപാട് പേര് പറയുന്നത് എന്തിനാ ഇത്രയും വയലൻസ്, നമുക്കിഷ്ടമുള്ള പോലെ സമാധാനമുള്ള ഒരു പടം കാണാൻ എന്താ വഴി, പടം കാണാൻ. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് ഡേ പോയി ആദ്യത്തെ ഒരാഴ്ച ഫില്ല് ചെയ്യാൻ അവർ തയ്യാറല്ല. അവരതിന് ഇറങ്ങൂല. അവർ ചിലപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് കൊള്ളാമെന്ന് കേട്ടു, നമുക്കൊന്നും പോകണം, ഇവർ പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് സിനിമ ഇരുന്നു പോകും. അപ്പൊ അത് പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഞാൻ അഭിനയിച്ച അൻപോട് കൺമണി എന്നൊരു സിനിമ വരാൻ പോകുന്നുണ്ട്. ഞാൻ അത് റിലീസ് ഡേറ്റ് പറഞ്ഞില്ല. പക്ഷെ അത് ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് മലബാറുള്ള ഒരുപാട് പേർക്ക്, സ്ത്രീകൾക്ക് കല്യാണം കഴിച്ചിട്ട് പുതിയ വീട്ടിൽ പോകുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസും അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രഷറും ഒരുപാട് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. പക്ഷെ ഇത് ഫസ്റ്റ് ഡേ തന്നെ ഇത് പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ആ ആഴ്ച തന്നെ പോകാൻ തയ്യാറായാൽ മാത്രമേ അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലായോ? അങ്ങനത്തെ സിനിമകൾ ചിലപ്പോ ഓടാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. എന്നിട്ട് OTT വരുമ്പോ പറയൂ നല്ല പടമായിരുന്നു. അതിൽ ഒരുപാട് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. ഗപ്പി എന്തോ വേഗം ഓടാത്തപ്പോ ഭയങ്കര സങ്കടം വന്നു. എന്ത് നല്ല പടമാണ് ഇത്, എന്താ ആൾക്കാർ ഇറങ്ങി കാണാത്ത. ഇപ്പൊ പുതിയ ആൾക്കാരും കൂടി ആവുമ്പം അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ അങ്ങനെ പോയിട്ടുണ്ട്. അതേസമയം യങ്സ്റ്റേഴ്സിന്റെ സിനിമ ഇപ്പൊ ആവേശമായാലും നോവഞ്ചായാലും അങ്ങനെ ഒരിക്കലും പെട്ടെന്ന് ക്ലിക്കാവും. കാരണം പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. OTT-ലും ആളുകൾ കാണുന്നുണ്ട്, OTT-ലും ആൾക്കാർ കാണുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ ഈ ഒരു ഓറിയന്റേഷൻ ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പം നമുക്കൊരു സിനിമ എങ്ങനത്തെ സിനിമയാണ് നിലനിർത്തേണ്ടത് എന്ന് പറയുന്നത്. ഇപ്പം ഗ്ലാഡിയേറ്റർ പോലെ ഒരു സിനിമ ഇറങ്ങിയാൽ അതിന് വേറൊരു ഓഡിയൻസ് ഉണ്ട് കാണാൻ പറ്റും. പക്ഷെ ഫാമിലി ഓഡിയൻസിന് കൃത്യമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഫാമിലി ഡ്രാമ കാണാനായി റെഡിയായി നിൽക്കുന്ന ഒരു ഫാമിലി ഓഡിയൻസ് ഇല്ല. അവരാലോചിച്ച് ചിന്തിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് വരുമ്പം ഇപ്പോഴത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പരിപാടിയിൽ നിൽക്കില്ല. അതാണ് പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ടാണ് നല്ല സിനിമകളിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകൾ അത്ര ഓടുന്നില്ല എന്നൊരു അനുഭവം വരാൻ കാരണം. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല. ഓക്കെ, ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള നടന്മാരുണ്ടല്ലോ, അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നായക വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ അമ്മായിയമ്മ വേഷങ്ങളിലേക്ക് ഒതുങ്ങി പോവാറുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പല നടന്മാരെ കുറിച്ചും അങ്ങനെ കുറ്റം പറയുകയാണ്, ഇയാൾക്ക് ഇത്ര വയസ്സായാലും എന്നിട്ട് ഇപ്പോൾ കോളേജുമാരുടെ വേഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ചേച്ചി അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ സമൂഹം ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയാണ്. നമ്മുടെ സിനിമ കാണാൻ ആരാണ് തിയേറ്ററിൽ വരുന്നത്, ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ഇപ്പൊ സൂപ്പർ സ്റ്റാർ രജനി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ക്രൗഡ് പുള്ളിങ്, നാളെ ഒരു പുതിയ നായിക ഇപ്പൊ എത്ര മനോഹരമായി അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയാണ് തുഷാര. അപ്പൊ തുഷാരയുടെ മാത്രം ഒരു ഇൻഡിവിജ്വൽ സിനിമ ഇറങ്ങിയാൽ എത്ര പേര് കാണും എന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് ആക്ടിങ്ങുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു ദിവസം തുഷാര അതുപോലെ തന്നെ ഒരു ടോപ്പ് ലെവലിൽ എത്താൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടറാണ്. കുട്ടിയുടെ വേട്ടയാൻ അല്ലെങ്കിൽ സർപ്പട്ട പരമ്പര, റായനിലൊക്കെ ഞാനിപ്പോൾ ആ കുട്ടിയുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പൊട്ടൻഷ്യൽ ഭയങ്കര അധികമാണ്. അപ്പോൾ പക്ഷെ നയൻതാര അവിടെ എത്തി. അപ്പം ആ തരത്തിൽ ആണുങ്ങളെ കാണാനാണ് നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടം. എന്ത് ചെയ്യാനാ, അതാണ് എൻ്റെ ഒരു പരിപാടി. എന്ന് വെച്ചാൽ ഇപ്പം പേഴ്സണലാണെങ്കിലും മമ്മൂക്ക സിനിമ ഇറങ്ങി, അല്ലെങ്കിൽ ലാൽ സാറിൻ്റെ സിനിമ ഇറങ്ങി, അല്ലെങ്കിൽ പിന്നെ രജനി സാറിൻ്റെ സിനിമ ഇറങ്ങി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഓടി വരില്ലേ? നമ്മൾ കാത്തിരിക്കും ടിക്കറ്റ് എടുക്കാനായിട്ട്. കാണാനും ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്ന് വിചാരിക്കുന്ന എല്ലാവരും വിചാരിക്കില്ലേ? പക്ഷെ അതേപോലെ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന്റെ സിനിമ ഇറങ്ങിയാൽ അങ്ങനെ കാത്തിരിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അത് തന്നെയാണ്. അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പം സ്ത്രീകൾ ഒരു ആക്ഷൻ കാണിച്ചാലോ അല്ലെങ്കിൽ കോമഡി കാണിച്ചാലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് അതിന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറവാണ് തോന്നുന്നു. ആളുകൾക്ക് ആണുങ്ങൾ കാണിക്കുന്നതൊക്കെ കാണാനാണ് കുറച്ചുകൂടി ഇഷ്ടം. അതെന്തുകൊണ്ട്? പേട്രിയാർക്കൽ സൊസൈറ്റി എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അതാണ് ഒരു പേട്രിയാർക്കിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതാണ് അത്. ആ മൈൻഡ് സെറ്റ് കാരണമാണ് നമ്മളൊരു സ്ത്രീയെ അംഗീകരിക്കാൻ അങ്ങനെ അവര് ഒരു ഹീറോ അവർ കൊള്ളാം എന്ന് പറയുമ്പോഴാണ് ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നുന്നത്.